ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതുവത്സരത്തിലായിരിക്കുന്ന നമ്മൾ രണ്ടാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ കരങ്ങളിലാണ് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടത് എന്ന് തിരുവചനത്തിലൂടെ സർവശക്തനായ ദൈവം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്നത്. നമ്മുടെ എല്ലാ വേദനകളും, വിഷമങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും എല്ലാം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 31 സങ്കീർത്തനം 5 വചനം. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. തൻ്റെ പ്രിയപുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ വാചകവും ഇതുതന്നെയാണ്: പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു. അവിടെ പുനരുദ്ധരിക്കപ്പെട്ടത്, അവിടെ ആവർത്തിക്കപ്പെട്ടത് സങ്കീർത്തനം 31 5 തിരുവചനം തന്നെയാണ്. ദിവസവും നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവിനെ ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കണം, ആരുടെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നത് എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നും നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പിന്നിടുന്നതെന്നും അതിന് നന്ദിയായിട്ട് നമ്മുടെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ശാന്തമായിട്ട് ഉറങ്ങേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ, അത്ഭുതങ്ങളോ അടയാളങ്ങൾക്കോ വേണ്ടി ഓടുന്നതിന് പകരം എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ആ ദൈവം നിന്നെ രക്ഷിക്കും എന്നാണ് വചനം പറയുന്നത്. രക്ഷ ആരിലാണെന്ന് വെച്ചാൽ സർവശക്തനായ ദൈവത്തിൽ മാത്രം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇന്ന് നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. അത് ഉറപ്പായിട്ടും ഇന്ന് നടന്നിരിക്കും. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവൻ നിങ്ങളെ രക്ഷിക്കും. രക്ഷ അവനിലൂടെ മാത്രം. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവം രക്ഷിക്കട്ടെ എന്നും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.